കഴിവുകളുടെ മാറ്റുരയ്ക്കലാണ് ഇവിടെ നടക്കുന്നത്. എല്ലാവരുടെയും കഴിവുകൾ ഒത്തുചേരുമ്പോൾ അതൊരു വലിയ ഉത്സവമായി മാറും. അതാണ് സ്കൂൾ കലോത്സവത്തിന്റെ പ്രത്യേകതയെന്നും മന്ത്രി PM മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഒരിടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ഒത്തുചേരാനും ആഘോഷിക്കാനും സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഈ ആഘോഷം ഒരു ഉത്സവമാക്കി മാറ്റാൻ സാധിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ജില്ലയെ സംബന്ധിച്ച് ഈ കലോത്സവ പരിപാടി ഇവിടെ അവസാനിക്കുന്നില്ല. ഇത്തവണത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവം 2023 ജനുവരി 3 മുതൽ 7 വരെ കോഴിക്കോട് നടക്കുകയാണ്. പുതിയ കാലത്തിന്റെ എല്ലാ സാധ്യതകളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒറ്റക്കെട്ടായി സംസ്ഥാന സ്കൂൾ കലോത്സവം വിജയിപ്പിക്കാൻ സാധിക്കണമെന്നും മന്ത്രി പറഞ്ഞു. കോഴിക്കോട്ടുകാർ കാത്തുസൂക്ഷിക്കുന്ന ആതിഥേയത്വവും തനിമയും പാരമ്പര്യവും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വരുന്നവരെ ആകർഷിക്കണം. അത്തരത്തിൽ ഏറ്റവും മാതൃകാപരമായ ഒരു കലോത്സവമായി സംസ്ഥാന സ്കൂൾ കലോത്സവത്തെ മാറ്റാൻ കഴിയണം. സ്കൂൾ കലോത്സവങ്ങൾ കൂട്ടായ്മയുടെ വിജയമാണ്. കേരളത്തിന്റെ മതനിരപേക്ഷ മനസ്സുകളാണ് കലോത്സവങ്ങളെ വിജയത്തിലെത്തിക്കുന്നത്. കലോത്സവത്തോടനുബന്ധിച്ച് ലഹരി വിരുദ്ധ പ്രചരണവും നടക്കണം. സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ലഹരി സംഘങ്ങൾ പിടിമുറുക്കാൻ സാധ്യത ഏറെയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ KK രമ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ കലക്ടർ ഡോക്ടർ N തേജ് ലോഹിത് റെഡ്ഡി മുഖ്യാതിഥിയായി. MLAമാരായ TP രാമകൃഷ്ണൻ, EK വിജയൻ, KP കുഞ്ഞമ്മദ്കുട്ടി മാസ്റ്റർ, നഗരസഭാ ചെയർപേഴ്സൺ KP ബിന്ദു, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MP ശിവാനന്ദൻ, ജനപ്രതിനിധികളായ KK വനജ, സിന്ധു പ്രേമൻ, P സജീവ് കുമാർ, പ്രേമകുമാരി, RDD PM അനിൽ, ഡയറ്റ് പ്രിൻസിപ്പൽ VV പ്രേമരാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. Are the champions of the world.